ഇതാ നമ്മൾ സോസേജ് മണക്ക. ഇതാണ് നമ്മുടെ സോസേജ്. ഇത് കഴുകി എടുത്തിട്ടുണ്ട്. തട്ടി ചെയ്യുക. നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇടാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകൾ ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഇത്രയും കൂടെ. നിങ്ങൾക്ക് കുറേ സോസേജ് ഉണ്ടെങ്കിൽ കുറേ മുളക് പൊടി ഇത്രയും മതി എന്ന് അമ്മ പറഞ്ഞു. ഗരം മസാല ഇത്തിരി ഇട്ടാൽ മതി. അമ്മ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. കുരുമുളക് പൊടി സ്പ്രിങ്കിൾ ചെയ്യുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്, അത് ഇത്തിരി ഇടാം. കുറച്ചുകൂടി ഇട്ടോ. കുറവ്. ആദ്യം നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി ഇടാം. ചിക്കൻ മസാലയാണ്. ഇൻഗ്രീഡിയൻറ്റ് കോൺഫ്ലവർ. നല്ലോണം വേണം കോൺഫ്ലവർ. അയ്യോ എൻ്റെ നേട്ടായി. ഇങ്ങനത്തെയൊക്കെ പറ്റും. ഇത്രയും കോൺഫ്ലവറാണ് ഇടുന്നത്. ഇത്രയും കൂടെ വേണം. ഞാൻ കൈ കൊണ്ട് മിക്സ് ചെയ്യാണ്. കുറച്ച് എണ്ണ ഇടുക. ഞാൻ ശേഷം മിക്സ് ചെയ്യുക. അത് എന്തിനാണെന്ന് വെച്ചാൽ അബ്സോർബ് ആവാനാണ് ഈ സോസേജിൻ്റെ ഉള്ളിലേക്ക് ഈ മസാലയൊക്കെ. ഈ പാനിലാണ് ഉണ്ടാക്കുന്നത്. ബട്ടർ ഇടാം. ഇതായിട്ടിട്ട് ഞാൻ ബട്ടറിലാണ് ഇത് കുക്ക് ചെയ്യുന്നത്. ബട്ടർ ഇട്ടിട്ടെ. ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ സോസേജ് ഈ പാനിലേക്ക് ഇടാം. കുറെ നല്ല പാലിൽ എടുക്കാം. നല്ല നമുക്കൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലോണം റോസ്റ്റ് ആയിട്ടുണ്ട്. കുറച്ച് നേരം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. നമുക്ക് കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്ക് തുറന്ന് നോക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. സോസ് ഇട്ടാലോ. ടൊമാറ്റോ സോസിൽ നല്ലോണം ഗൈസ് ഇത് റെഡിയായി. ഗൈസ് നമ്മുടെ സെർവിങ് ഡിഷിലേക്ക് നമ്മൾ സ്വന്തം സോസേജിന് മാറ്റാം. ഇതൊക്കെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് സോസേജൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അടിപൊളിയായിട്ടുള്ള സോസേജാണ്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടത്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ സോസേജ്
നല്ല സിമ്പിളും ടേസ്റ്റിയുമാണിത്. ഒക്കെ ട്രൈ ചെയ്ത് നോക്കും. സിമ്പിൾ ഈസി റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ്. ആ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. താങ്ക് യു.